എല്ലാവർക്കും നമസ്കാരം. ഇന്നും കൈ കാണിക്കില്ലേ? ഇന്നും ഞങ്ങൾ ഒരുമിച്ചാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് കെട്ടിപ്പറിക്ക് വന്നു. മനു ഒരാവശ്യത്തോടെ വന്നപ്പോൾ അങ്ങനെ ശരി എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഒന്നല്ലോ ട്രെയിനിന്റെ ബോഗി പോലെ നമ്മൾ തരും. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെച്ചൊരു വിഷയമുണ്ട്. നമ്മുടെ മൈ വേ ബൈ കല്യാണിയുടെ നല്ലൊരു പെങ്കൊച്ചായിരുന്നു. അതിനായിട്ട് ചേർ കയറ്റിയിട്ട് അല്ല ചെയ്ത് കൂട്ടിയതിന്റെ അപ്പോൾ അങ്ങനെ കല്യാണിയുടെ ഒരു വിഷയം നമ്മൾ സംസാരിച്ച് പകുതിക്ക് നിർത്തിയിട്ടുണ്ട്. അതിന്റെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ വരും ദിവസങ്ങളിൽ പതിയായിട്ടുള്ളൂ, ഇന്റർവ്യൂ ആയിട്ടുള്ളൂ. ബാക്കി വരും ദിവസങ്ങളിൽ വരും. ഇന്ന് കല്യാണി അല്ല വിഷയം. ആ വിഷയമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സാധനമാണ്. കാരണം ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലേ, ബ്യൂട്ടി പ്രോഡക്ട്സ് നിങ്ങൾ എന്തൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കും? സ്ത്രീകളോടില്ല ചോദ്യം, പുരുഷന്മാര് സ്ത്രീകൾ ഉപയോഗിക്കില്ലേ? സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പെരുമഴിയായിരിക്കും. ചില സ്ത്രീകൾ ഇത് കട്ട് ചെയ്ത് കളയില്ല കേട്ടോ, ഒരിക്കലും കട്ട് ചെയ്യില്ല. മനു പറഞ്ഞ എല്ലാ മണ്ടത്തരങ്ങളും ഞാൻ വെച്ചിരിക്കും. സംഭവത്തിലേ ഉള്ളൂ. ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിലേക്കൊക്കെ ഈ പ്രോഡക്റ്റ് എത്താനുള്ള കാരണം പലതരത്തിലുള്ള പരസ്യങ്ങളും ഇൻഫ്ലുവൻസറിന്റെ എന്തോ ആരാണ്ടൊക്കെയോ നമ്മുടെ അടുത്ത് പറയുന്നു. ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ആരൊക്കെയോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനമൊക്കെ വരി മോന്തയ്ക്ക് പരട്ടുന്നത്. അത് ശരിയോ തെറ്റോ എന്നാണ് ഇദ്ദേഹം പറഞ്ഞുതരാൻ പോകുന്നത്. 100%. അതായത് ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പം ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ പറയത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾ പലരോടും ചോദിക്കാറും ചേച്ചി അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വരട്ടിട്ട് എനിക്ക് ഇവിടെ ഒരു കുരു വന്നു, അത് മറച്ചു വെച്ചിട്ട് സൂപ്പർ വരട്ടിക്കോളാം. ഞാൻ ഈ പണ്ട് ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടായിരുന്നപ്പോഴേ, പറയാമല്ലോ, പേര് പറയാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഫെയർ ആൻഡ് ലവ്ലി ഞാൻ ആക്ച്വലി എന്റെ ഫേസ് ഇപ്പൊ ഭയങ്കര കുഴിയാണ്, അറിയാമല്ലോ. ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ കുറച്ച് പൊറട്ടിന്റെ ഭാഗമാണത്. ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ അന്ന് പരസ്യങ്ങളാണ് ഈ പറയുന്ന ഷാരൂഖ് ഖാൻ വന്നിട്ട് പറയും, യൂട്യൂബും കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അത് കണ്ടിട്ട് പണ്ട് എന്റെ കുട്ടിക്കാലത്ത്, അപ്പൊ 19 വർഷം മുമ്പത്തെ കഥയായി പറയുന്നേ കുട്ടിക്കാലത്ത്. അപ്പൊ ഈ സാധനം പുരട്ടിയിട്ട് അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്റെ ഇവിടെ ഒരു പിമ്പിൾ വന്നു. അന്നത്തെ കലാപരിപാടിയാണ് പൊട്ടിച്ചാണ് എന്റെ ഫേസ് ഫുൾ. അതൊരു സീരിയസ്ലി 15-16 വയസ്സൊക്കെ നമ്മളെ ഈ ഓരോ പ്രോഡക്റ്റ് ഒക്കെ മേടിക്കുമ്പോഴേ ഈ ബബിളുള്ള സാധനം ചുറ്റി ആ ഒരു അവസ്ഥയായിരുന്നു. അതായത് 15-16 വയസ്സിന്റെ ഫേസ് ഫുള്ള് പിമ്പിൾ ആയിരുന്നു. മൂക്കിലേക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. ആ കാലമായിരുന്നു. ഈ മൂക്കിലെ പാടെന്തെന്നറിയോ, അത് മറ്റേ ചിക്കൻ പോക്സ് വന്നതാണ്. ആ സാധനം ഞാൻ പൊട്ടിച്ചു. അങ്ങനെ ഈ കുഴി വന്നു ഇവിടെ. ഇതായിരുന്നു എന്റെ ഒരു എന്ത് കണ്ടാലും പൊട്ടിക്കുക എന്നുള്ളൊരു വിരൂപമായ സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട്. തോന്നിവാസം കാണിച്ചാലും പൊട്ടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്ത് അതിനുശേഷം ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. അന്ന് ഒരു ദിവസം ഉപയോഗിച്ചാണ്, ഒരു ദിവസം വെച്ചു, 2ാം ദിവസം ഇപ്പൊ പൗഡർ പോലും യൂസ് ചെയ്യാറില്ല. സീരിയസ്ലി പൗഡർ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നാൽ ഞാൻ ഇതിന് വിപരീതമായിട്ടോ. പൗഡർ യൂസ് ചെയ്യൂ? ഞാൻ പൗഡർ യൂസ് ചെയ്യത്തില്ല. ഞാൻ ഫെയർ ആൻഡ് ഹാൻഡ്സമിന്റെ ക്രീം വരട്ടും. അത് ഇപ്പൊ ഫെയർ ആൻഡ് ഹാൻഡ്സം കട്ട് ചെയ്തിട്ട് എന്റെ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് ഞാൻ സൺസ്ക്രീൻ വാരി പൊത്താറുണ്ട്. സൺസ്ക്രീൻ അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് പറയുന്നത്. അന്നേരം വിയർപ്പ് ഗ്രന്ഥിക്കാത്ത കുഴിക്കൊന്നും പറ്റത്തില്ല. അതേക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷെ സൺസ്ക്രീൻ വേണമെന്ന് പറയുന്നത്. പൗഡർ ഇട്ടാ പൗഡർ ആക്ച്വലി അടഞ്ഞു പോകുന്ന പറയുന്നത്. എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്, ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അറിയാവുന്നതൊന്ന് കമന്റ് ചെയ്തോട്ടോ. അപ്പൊ ഞാൻ സൺസ്ക്രീൻ വാരി പൊത്താറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഈ പറയുന്ന സോ കോൾഡ് പ്രോഡക്ട്സ് പ്രൊമോട്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു, ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത്. ഒരു പെൺകുട്ടി, അവർ ഞാൻ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവർ ശരിക്കും അവരുടെ ലൈഫ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അവർ ഓഫീസിൽ പോകുന്നത്, തിരിച്ചു വരുന്നത്, അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ പ്രൊമോട്ടേഴ്സിനെല്ലാം കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെലൻ പറഞ്ഞ എന്റെ വേറൊരു വേർഷൻ ഞാൻ കണ്ടിരുന്ന വീഡിയോ. അപ്പൊ നമ്മൾ കാണിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ആണ്, പക്ഷെ ഇവർ അത്യാവശ്യം യൂട്യൂബിലുള്ള ആളും കൂടിയാണല്ലോ, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ വിചാരിച്ചത്. കാരണം ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ആരാണ് ഇവരാരാണ്? ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഭയങ്കരമായിട്ട് നോണ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി. അതെല്ലാരും നോറ മുസ്കാൻ. എല്ലാരും നോണ പറഞ്ഞ് തന്നെ പ്രൊമോട്ട് ചെയ്യും. ഇത് പക്ഷെ കുറച്ച് അധികമാണ്. നോസ്റ്റോട്ടാക്ക് വരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. മറ്റേ വല്ലവരുടെയും വീട് സ്വന്തം വീടാണെന്ന് കാണിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകളാണ്. അപ്പൊ സെൻസറിയുടെ വീട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അതാ പറഞ്ഞത്, വേറൊരാളുടെ വീട് എന്റെ വീടാണ്, ഞാൻ ഈ വീട് വെക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. അപ്പോഴേക്കും മറ്റേ അസ്ട്രോളജർ കാണാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചോദിക്കും, ദൃശ്യത്തിനകത്ത് ലാലേട്ടൻ അഭിനയിച്ചത് ലാലേട്ടന്റെ വീടാണോ? ഇതൊക്കെയാണല്ലോ ഇവരുടെ ന്യായീകരണങ്ങൾ. ഒന്നും പറയാനില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നോറയുടെ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു കേട്ടോ. വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ എന്റെ കിളി പാറിപ്പോയി. കാരണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് പ്രോഡക്റ്റ് പ്രൊമോഷൻ. അപ്പൊ ശരിക്കും അവര് മോയ്സ്ചറൈസർ, ഈ പറയുന്ന മറ്റേ സെറം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഫേസിലേക്കല്ല, വൈറ്റമിൻ സി സിറം വരട്ടാറുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ മുടിയില് അല്ല, ഹെയർ സെറം ഞാനും വെക്കാറുണ്ട്, സ്കിന്നിന് വേണ്ടിയുള്ള കാര്യം പറഞ്ഞു. വൈറ്റമിൻ സി ഗാർണിയറിന്റെ ക്രീം സിറം വരട്ടിയ മനുവിനെ എവിടെ ഇരുത്തണോ? നിങ്ങൾ പറ, ഇരുത്തണോ? പക്ഷെ ഇത് ഞാൻ ആരെയും കണ്ട് മേടിച്ചല്ലോ കേട്ടോ, ഞാനായിട്ട് റിസർച്ച് നടത്തി ഞാനായിട്ട് വാരി പരട്ടുന്നതാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോറയുടെ കുറച്ച് വീഡിയോസ് കാണാം. കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്
നോറയുടെ പ്രൊമോഷൻ രീതി. സാധാരണ എന്തുകൊണ്ട് ആൾക്കാർ ഇത് മനസ്സിലാവാത്തെന്നറിയോ? ഇവർ ഒരു ദിവസം ഒരു വീഡിയോ കാണുന്നു, പിന്നെ കാണുന്നത് ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ആ പ്രോഡക്റ്റ് ആണോ ഈ പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് ഇവർ ചിന്തിക്കത്തില്ല, ആൾക്കാർ ചിന്തിക്കില്ല. ഇതിന്റെ താഴെ വന്ന കമന്റ് കാണണം, ലിങ്ക് എന്ന് കമന്റ് ചെയ്തോളൂ. ലിങ്ക് 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 എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. പല ആൾക്കാരും പറയും ഞാൻ ഇതാക്കാൻ ആരെങ്കിലും മേടിക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ മേടിക്കുന്ന ആൾക്കാർ, ഈ ലിങ്ക് ചോദിക്കുന്ന ആൾക്കാർ എന്തിനാ വേണ്ടിയാ ചോദിക്കുന്നത്? മേടിക്കാൻ വേണ്ടിട്ട്. കുറഞ്ഞ പക്ഷെ അതിനെ കുറിച്ചൊന്ന് എൻക്വയറി നടത്താൻ വേണ്ടി. അതെ, അതിന് വേണ്ടിയാണ്. എൻക്വയറി നടത്തി കഴിഞ്ഞാൽ 2 പേരെങ്കിലും മേടിക്കും, 2% ആൾക്കാർ മേടിക്കും. അപ്പൊ ഇവരുടെയൊക്കെ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2000-3000 കമന്റുകൾ വരാറുണ്ട്. അപ്പൊ അതിനകത്ത് 10 പേര് മേടിക്കാമല്ലോ അല്ലേ? ഇനി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഫേസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ ആരോട് പോയി കംപ്ലൈന്റ് പറയും? ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രൊമോട്ടേഴ്സിനോട് ചോദിച്ചാൽ അവരെന്ത് പറയും? ഞങ്ങൾ പറഞ്ഞു മേടിക്കാൻ, ഞങ്ങൾ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി, അത്രേ ഉള്ളൂ. വിപണിയിൽ ഇങ്ങനൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, അത് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞങ്ങളുടെ പണി. പക്ഷെ ഇതിന് അവർ കാശ് മേടിക്കുന്നുണ്ടേ. കാശ് മേടിക്കുന്നൊക്കെ അവരുടെ വിഷയം. പക്ഷെ ജെന്യൂൻ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാമല്ലോ, മീൻസ് പരിചയപ്പെടുത്താമല്ലോ. അതല്ല. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇതുപോലെ എസ് അഭിജിത്ത് ഉണ്ടല്ലോ, എസ് അഭിജിത്തിനോട് ഞാൻ ഒരു തവണ ചോദിച്ചു ഈ എന്ത് തരം പ്രൊമോഷൻസ് ആണ് എടുക്കുന്നത്. പുള്ളി ഇടയ്ക്ക് പ്രൊമോഷൻ ചെയ്തപ്പോഴത്തേനും പുള്ളി ചെയ്തത് പോളിസി ബസാറിന്റെ പ്രൊമോഷനാണ്. അന്നേരം പല ആൾക്കാരും വന്നിട്ട് കമന്റ് ഇട്ടു, നീയും പ്രൊമോഷൻ തുടങ്ങിയോ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ എസ് അഭിജിത്തിനോട് ചോദിച്ചു, ബ്രോ എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രൊമോഷൻ എടുത്തത്? പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മനു ഞാൻ പ്രൊമോഷൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പ്രൊമോഷൻ എടുക്കും. പക്ഷെ ആ പ്രൊമോഷൻ ജെന്യൂൻ ആണോ എന്ന് ഞാൻ തിരക്കി കണ്ടുപിടിച്ച് അതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തെങ്കിലേ ഞാൻ ആ പ്രൊമോഷൻ എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് റെസ്പെക്ട് തോന്നി സത്യം പറഞ്ഞു. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ എത്ര പേര് ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം യൂസ് ചെയ്തതിന് ശേഷം വന്ന് പുരട്ടിയിട്ട് എനിക്ക് ഫേസിൽ മാറ്റങ്ങൾ ഉണ്ടായി? യൂസ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കുരു വരും. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ആരുമില്ല. കാരണം ഈ കമ്പനി, ഞാൻ പറഞ്ഞ കാര്യം, ഈ പ്രൊമോട്ടേഴ്സ് വേണമെങ്കിൽ ഇത് നിർത്തലാക്കാൻ പറ്റും. എങ്ങനെയോ വരുന്ന കമ്പനിക്കാർ, ഈ കമ്പനിക്കാരാണല്ലോ ഈ സാധനം കൊണ്ട് വരുന്നത്. ഇത് വരുമ്പോൾ ഇവർക്ക് പറയാം, ഞങ്ങൾ ഈ സാധനം ഒരു 1-2 മാസം യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് പറയത്തുള്ളൂ, റിവ്യൂ പറയത്തുള്ളൂ എന്ന് പറയാം. പക്ഷെ അത് എത്ര പേര് പറയും? എത്തിക്സ് ഉള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഈ ബ്യൂട്ടി ക്രീമിലാണ് ഇതേപോലത്തെ മിസ്ലീഡ് ചെയ്യുന്നത്. അതെ, ഞാൻ നോക്കിയപ്പോഴത്തേനും മൊബൈൽ റിവ്യൂ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. ഷസാമുണ്ട്, നെക്സ്റ്റ് എന്തോ വേറെ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, ശരത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്, സ്ഥിരം കാണുന്നതാ. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ജയരാജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാത്തന്നൂരുള്ളൊരു പുള്ളിയുണ്ട്. ഇവരൊക്കെ കമ്പനിയോട് പറയുന്നത് യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ ഇവര് അങ്ങനത്തെ കമ്പനിക്കാർ ഫോൺ കൊടുക്കത്തില്ല. സോ ഇവര് കാശ് മേടിച്ച് കൊടുത്ത് സാധനം കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ ഓഡിയൻസിന് ഒരു ജെനുവിനിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫോൺ മേടിക്കുന്നത് ഇതുപോലൊരു യൂട്യൂബർ പറയുന്നത് കേട്ടിട്ടാ, ഈ M31 എന്ന് പറയുന്ന ഫോൺ. ആ ഫോൺ മാർക്കറ്റിംഗ് വമ്പ ഫ്ലോപ്പായി. പക്ഷെ ഇയാൾ പറഞ്ഞ എല്ലാ ഫീച്ചറും എനിക്ക് ഉപയോഗിച്ചു. 9 വർഷമായിട്ട് ഇന്നും ഞാൻ ആ ഫോൺ കുഴപ്പമില്ല. നാളെ ഞാനൊരു ഫോൺ മേടിക്കണമെങ്കിലും അയാളുടെ വീഡിയോ കാണും, എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. കാരണം അയാൾ പറയുന്നത് ശരിയാണെന്നുള്ള ധാരണ നമുക്ക് വരും. ഈ ബ്യൂട്ടി പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുന്നത്? ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് വർത്താണ്, ഇല്ലേ, നിങ്ങൾക്ക് വർത്താണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ എന്ത് തരം പ്രോഡക്റ്റ് ആണെന്നോ ഒന്നും അവർ പറയുന്നില്ല. അവർക്കത് വർത്തായി, എന്നെ വിശ്വസിക്കൂ. അതെ, അവർക്കത് വർത്തായി. എല്ലാവർക്കും പറയാം എനിക്കിത് വർത്തായി, എനിക്കത് വർക്ക് ചെയ്തു, നിങ്ങൾക്കത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് വരുവാണ്. അങ്ങനെയാണ് ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ നോറയിലേക്ക് വരാം. അതിന് മുൻപായിട്ട് അഹാന കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ശരി, രാവിലെ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് ശരിക്കും അന്നത്തെ വീഡിയോ അല്ല, ഇത് പല പല വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ. അതിനകത്തൊരു ഇതല്ല, എല്ലാം കൂടെ 1-2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു പ്രൊമോഷൻ എന്തിന്റെയാ? ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റ് എത്ര വെച്ച് കഴിക്കാമെന്നോ അല്ലെങ്കിൽ എത്ര അളവിൽ എടുക്കാമെന്നോ ഇതൊന്നും പബ്ലിക്കിന് അവർ പറയുന്നില്ല. ഞാനിത് ഡെയിലി കഴിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പ്രായമായ ആൾക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നാവില്ല. ഓക്കെ, പക്ഷെ ഇത് കണ്ടിട്ട് നല്ലതാണ്, ഗ്ലൂട്ടാത്തയോൺ നല്ലതല്ലെന്നല്ല പറയുന്നത്. ഗ്ലൂട്ടാത്തയോൺ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെ കൺസ്യൂം ചെയ്യണം ഇത് പലർക്കും അറിയത്തില്ല. ഇത് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അഹാന പറഞ്ഞതല്ലേ, ഡെയിലി ഓരോന്ന് വെച്ച് അങ്ങോട്ട് കഴിക്കും. എന്നിട്ട് സൈഡ് എഫക്ട് ഉണ്ടായി തൊലഞ്ഞിരിക്കുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അവര് പറയും ആരോട് ചോദിച്ചിട്ടാണ് ഈ സാമാനം. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറയും അഹാനയോട് കണ്ടിട്ടാ, എന്നാ പോയി അഹാനയോട് ചോദിക്കാൻ പറയും. അഹാന പറയും എനിക്കറിയാൻ പാടില്ല, പ്രൊമോഷൻ വന്ന് ഞാൻ ചെയ്തു. ഇതിന്റെ കോമഡി എന്താ അറിയോ? ഇതേ അഹാന ക്ലിനിക്കിൽ പോയിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ കണ്ടല്ലേ, എക്സാക്ട്ലി, മെറ്റോളജിസ്റ്റിനെ പോയി. അതെ, അപ്പൊ ഇതൊക്കെ നമ്മളെ മുന്നിലെ എക്സാമ്പിൾസ് ഉണ്ട്. എന്നിട്ട് ഇപ്പോഴും അവരെയൊക്കെ താങ്ങുന്ന ആൾക്കാരുണ്ട്. ചേച്ചി എങ്ങനെ ചേച്ചി തടി കുറഞ്ഞല്ലോ, മുഖം കരുവാളിച്ചു പോയല്ലോ. അവര് തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ഡയറ്റീഷ്യനെ കണ്ട്, ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട്, ഇതൊരു പാട്ട് അവരെയൊക്കെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ കുറയ്ക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കോമഡി, പിസയുടെ പരസ്യം ചെയ്യും, കൊക്കക്കോളയുടെ പരസ്യം ചെയ്യും, എന്നിട്ട് അവക്കാടോ ഇതാക്കി ഇട്ടിട്ട് തിന്നിട്ട്. എനിക്കിപ്പോ ഒരു സംശയം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ കല്യാണിയുടെ വീഡിയോ, ഇപ്പോഴത്തെ വീഡിയോസ് ഒന്നും ഫിൽറ്റർ ഉപയോഗിക്കാണ് എടുക്കുന്നത്. ഒരു സംശയം, ഇനി അവിടെ താഴെ കമന്റും ഉണ്ട്, ചേച്ചി മുഖം കരുവാളിച്ചു പോയല്ലോ, ചേച്ചി എന്തേ കറുത്ത് പോയല്ലോ എന്ന് പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. ഒരു പക്ഷേ നാളെ ആ സ്കിൻ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് ഞാൻ കറുത്ത് പോയെന്ന് പറയാൻ വേണ്ടിയാണോ
സ്കിൻ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ഫിൽറ്റർ വരെ കറുത്തു. അല്ല, എനിക്കൊരു സംശയം, അതിന് വേണ്ടിയാണ് ഇപ്പൊ ഫിൽറ്റർ ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്ന ഒരു സംശയം എനിക്കുണ്ട്. കാരണം ഇത്രയും നാളും കല്യാണി വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഫിൽറ്റർ ഇട്ടിട്ടാണ്. പ്രീവിയസ് വീഡിയോസ് നോക്കി അറിയാൻ പറ്റും, കംപ്ലീറ്റ് ഫിൽറ്റർ ആണ്. അത്യാവശ്യം ഗ്ലോ ഉള്ള സ്കിന്നായിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3-4 വീഡിയോ ആയിട്ട് താഴെ കമന്റ്സ് കരുവാളിച്ച് പോയല്ലോ, കറുത്തു പോയല്ലോ, തടി കുറഞ്ഞു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ. ലോങ് വീഡിയോ വരും, വെയിറ്റ് ചെയ്യും. ഇനിയോ? ഇനി എനിക്ക് തോന്നുന്നില്ല ഒരു ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ലേറ്റ് ആക്കണം. നമ്മൾ നേരെ നോറയുടെ 1-2-3 വീഡിയോയിലേക്ക് പോവാം. 3 പറയാൻ വന്നേ. ഇത്രയും ഉണ്ടല്ലേ. ബീച്ചിൽ പോവാം. കാരണം എനിക്ക് സ്ലീവ്ലെസ് ഇടാനുള്ള കോൺഫിഡൻസും ഇല്ലായിരുന്നു, കംഫർട്ടും ഇല്ലായിരുന്നു. ബിക്കോസ് അത്രയും പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു എന്റെ അണ്ടർആംസിൽ. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു വിസിബിൾ ചേഞ്ചസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഫാറ്റ്നസിന്റെ ഗ്ലോ റിവൈവ് റോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ട്രസ്റ്റ് മീ, കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെ AHS മാൻഡലിക് ആസിഡ് ആണെങ്കിൽ നോട്ട് ദ പോയിന്റ്. ട്രസ്റ്റ് ഹെർ, ട്രസ്റ്റ് മീ, ഐ മീൻ നോട്ട് മീ, ഹെർ. ഇങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ട്രസ്റ്റ് ഹെർ. സ്കിന്നിലെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് പുതിയ സ്കിൻ വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. റൈസ് വാട്ടറും വൈറ്റമിൻ ഇ ഒക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ 90% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും, മാത്രമല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത്രയും ആൾക്കാർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നൗ ഐ ക്യാൻ വെയർ വാട്ട് എവർ ഐ വാണ്ട്. ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാം അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. അപ്പൊ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ്സിൽ പുതിയ സ്കിൻ അല്ല പുതിയ സെൽസ് ആയിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. പുതിയ സ്കിൻ എങ്ങനെ വരുന്നേ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ പറയുന്നവർക്ക് എന്ത് സ്കിൻ, എന്ത് സെൽസ്? സ്കിൻ എങ്ങനെ വരും? സ്കിൻ വളരൂല. സ്കിൻ എങ്ങനെ വരും? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ശരിക്കും ഒരു 4-5 വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഓരോ ദിവസം ഓരോ ക്രീം, ഓരോ സെറം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലേക്കാണെന്നുള്ള ചിന്ത വേണം നിങ്ങൾക്ക്. അടുത്ത കാണാം. എന്റെ സമ്മർ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. എന്നാൽ പിന്നെ ഗെറ്റ് റെഡിയുടെ കൂടെ ഇന്ന് അത് കാണിക്കാന്ന് കരുതി. സോ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ്. കണ്ടല്ലോ, ഫേസ് ഡള്ളാണ്, എന്നാൽ പിന്നെ മേക്കപ്പ് ഇടാം. എനിവേ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഫേസ് ഡ്രോപ്പ്. പറയുന്നിട്ട് ഇപ്പൊ മേക്കപ്പ് ഇല്ല കേട്ടോ. ഇതിന്റെ കൂടെ കുറച്ചും കൂടെ ചെയ്യാം. എന്റെ പൊന്നു നോറ, നിങ്ങൾ ചെയ്യുന്നതിനകത്തെങ്കിലും മായം കലർത്താതിരുന്നു. മര്യാദയൊക്കെ വേണ്ടേ? അല്ല, മറ്റുള്ളവർ ചെയ്യുമ്പോ ആദ്യം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കറുപ്പിന്റെ ആ ഒരു വീഡിയോയിൽ വരുമ്പോഴേ മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അതിന് പുറത്തൊരു വീണ്ടും മേക്കപ്പ്. ഇത് ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, ഗെറ്റ് അൺറെഡി വിത്ത് മീ. ആ വീഡിയോ ആണ് ഇത്. ബാക്കി കേൾക്കാം. ക്രീമാണ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഇതിൽ ഹൈലറോണിക് ആസിഡും ഷിയ ബട്ടറും ഉണ്ടാവേണ്ട ഇൻസ്റ്റന്റ് ഗ്ലോയും ഓൾ ഡേ ഹൈഡ്രേഷനും കിട്ടും. എന്താ ഈ സാധനങ്ങള്? എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറയട്ടെ. എന്തൊക്കെ പറഞ്ഞു നോറ? ഞാൻ അതൊന്ന് ഈ വീഡിയോ കാണുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടെ, എന്താ സാധനം പറഞ്ഞു. മേളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, വായിച്ചൂടാന്ന് ചോദിക്കും. ആളുടെ ഹൈഡ്രേഷൻ എഴുതിക്കുന്നത് അല്ല, അത് മറ്റേ ഉണ്ടല്ലേ? അപ്പൊ പിന്നെ നോക്കാം, ബാക്കി കേൾക്കാം. സ്കിന്നിൽ ഇത് സൂപ്പർ കംഫിയാണ്, സ്റ്റിക്കി ഫീലും ഇല്ല. അടുത്ത മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ലിപ്സ്റ്റിക്. ഇത് ഫേസ് കോംഫി മാറ്റെ വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, കൊക്കോ ക്രഷ് ഷെയ്ഡ്. എന്തായാലും ഒരു ടോട്ടൽ ലുക്കിന് വേണ്ടി ഞാൻ കുറച്ചെടുത്ത് ബ്ലഷും ഐ ഷാഡോ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഫ്രാഗ്രൻസ് ഇല്ലാതെ സമ്മർ ബാഗ് കംപ്ലീറ്റ് ആവില്ല. ഇതാണ് ഫേസസ് ന്യൂലി ലോഞ്ച് ഫ്രാഗ്രൻസ് റേഞ്ച്. ഇപ്പൊ ഞാൻ യൂസ് നോറയുടെ ബ്രാൻഡ് മനസ്സിലായല്ലോ. മാനത്തോട്ടൊക്കെ പെർഫ്യൂം എനിക്ക് അറിയില്ല, എന്റെ ചെയ്യുന്ന ഊത്തിൽ ഡോൺ വേരിയന്റ് ആണ്. അതും പിന്നെ കാണാം. ഇപ്പൊ രണ്ടെണ്ണമേ, ഈ രണ്ടെണ്ണത്തിനകത്ത് എത്ര പ്രോഡക്റ്റ് കാണിച്ചു? ഏകദേശം 5-6 പ്രോഡക്റ്റ് കാണിച്ചു. അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഹൗ ക്യാൻ ഐ കംപ്ലീറ്റ് മൈ ഈദ് ലുക്ക് വിത്തൗട്ട് ഡൂയിങ് മേക്കപ്പ്? സോ ലെറ്റ്സ് ഡു ദിസ്. ഇതാണ് the must have glam look. ഇത് 100% പുതിയ കമ്പനി. 100% ഹലാലോ, അത് അവരുടെ കാര്യം. ഇത് പുതിയ പ്രോഡക്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോ ഇതിന് മുമ്പ് ചെയ്ത പ്രോഡക്റ്റ് ഒക്കെയോ? അപ്പൊ ഇതിനായിരുന്നു മതത്തെ അവഹേളിച്ചാണെന്ന് വിചാരിക്കരുത്. മതത്തെ അല്ല, ഇവര് പറഞ്ഞ കാര്യത്തിൽ, അതെ, പ്രൊമോഷനാണ് പറയുന്നത്. ഒരു പറഞ്ഞ കാര്യത്തിൽ നമ്മൾ തിരിച്ചു പറയുവാണ്. കേൾക്കാം. ഹലാലാണ്, അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ആൻഡ് ദി ബെസ്റ്റ് പാർട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് സ്കിൻ ആൻഡ് സ്കിൻ ടോൺസ്. ഐ നീഡ് എ സ്മൂത്ത് മേക്കപ്പ് ലുക്ക്, സോ ലെറ്റ്സ്. അത് നോറയ്ക്ക് എങ്ങനെ അറിയാം എല്ലാ സ്കിൻ ടൈപ്പിനും ഓക്കെ ആണെന്നുള്ളത്? കമ്പനിക്കാർ എഴുതി കൊടുത്തു. അല്ല, നോറ ഇത് കുറിച്ച് പഠിച്ചിട്ടാണോ? കമ്പനിക്കാർ എഴുതി കൊടുത്തത് അതുപോലെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? തെളിയിക്കണം. നോറ തെളിയിക്കണം. പഠിച്ചിട്ടുണ്ടോ? കുറെ നോട്ട് എഴുതി കാണിക്കും. എങ്ങനെയാണെങ്കിലും നോറ ചെയ്യേണ്ടത് നോറയാണോ നൂറയാണോ? നൂറ മറ്റേ പാവം കൊച്ചാണ് നോറ. യെസ്, ഞാൻ ഓർക്കുന്നു. അതോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല സ്കിൻ ടോണിലുള്ള ആളുകളെ വിളിച്ചിരുത്തി അവരുടെ മോന്തയ്ക്ക് ഇത് പെരട്ടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ദേവിന്റെ ഒരു ഇത്. എങ്ങനെയാണ്? കാരണം ഇവർ പറയുന്നത് എല്ലാ സ്കിന്നും ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. എന്ത് ക്രെഡിബിലിറ്റി ആ വാക്കിനുണ്ട്? ഇവർക്ക് തെളിവുണ്ടോ? ഇവർ പ്രൂവ്ഡ് ആണോ? അത് ക്ലിനിക്കലി പ്രൂവൻ ആണോ? അറിയില്ല കേട്ടോ. ഇത് എന്ത് ശരിക്കും പറഞ്ഞാൽ എന്താ പ്രോഡക്റ്റ്, ഏത് കമ്പനിയാണ്? എനിക്കറിയാം, ലാക്മേയുടെ ഐലൈനർ. പിന്നെന്തുവാ
ഡാസിലറിന്റെ ഏതാണ്ട് ഒരു സാധനം. ഓക്കെ, ഇതൊന്നും എനിക്കറിയത്തില്ല. ലാക്മെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ അത്ര അറിയോ. പിന്നെ കജാരിയ ടൈൽസ്. പുതിയ പുതിയ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഇത്തരം ആൾക്കാർ യൂസ് ചെയ്യുന്നു. എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വായി തോന്നുന്ന പോലെ പറയുന്നു. ഓക്കെ, ആ പറയുന്ന വാക്ക് എന്താണെന്നോ അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണെന്നോ ഇവർക്ക് പോലും ബോധം ഉണ്ടാവില്ല. ഇതാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ എല്ലാ സ്കിന്നും ഓക്കെ ആണെന്ന് പറയുമോ? പക്ഷെ അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലേ. ബാക്കി കേൾക്കാം. സ്റ്റാർട്ട് വിത്ത് പ്രീ മേക്കപ്പ് സെറം. ഡ്രസ്സ് മാത്രം ഗ്ലോ ആയാൽ മതിയോ, നമ്മളെ ഫേസും ഗ്ലോ ആവണ്ടേ? എനിവേ ഈ പ്രോഡക്ട്സ് ഒക്കെ 100% ഫ്രീ ഫ്രം ആൽക്കഹോൾ, പിഗ് ഫാറ്റ് ആൻഡ് നാസ്റ്റി കെമിക്കൽസ്. കൺസീലർ മസ്റ്റ് ആണ്, ബ്ലെൻഡ് ചെയ്യാം. ഇനിയാണ് നമുക്ക് ഫൗണ്ടേഷൻ. മൈ ഷെയ്ഡ് നൗ കോമ്പാക്ട്. കോംപ്രമൈസ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പെട്ടതാണ് ഐ ഷാഡോ. തിളങ്ങണം. വാവ്. ഇനി കുറച്ച് കാജലിടാം. ഐലൈനർ, മസ്കാര, കോണ്ടർ ചെയ്തു, ബ്ലഷ് ഇട്ടു, ഹൈലൈറ്റ് ചെയ്തു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ ഫേവറേറ്റ് പാർട്ട്, ലിപ്സ്റ്റിക്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. അപ്പൊ ശരിക്കും ഉണ്ടല്ലോ മേക്കപ്പ് ഇല്ലാതെ പരാജയമാണല്ലേ. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക, നമ്മളൊക്കെ എന്ത് ഭേദമല്ലേ. ഇത്ര മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ സമ്മതിക്കണം കേട്ടോ. രാവിലെ എഴുന്നേക്കും, കുളിച്ച് റെഡിയാവും, അമ്മ പൗഡർ യൂസ് ചെയ്യും, പൗഡർ ഇടും, മുടി ചീകും, അമ്മ അമ്മയുടെ വഴിക്ക് പോകും. സത്യമായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നാട്ടുകാരുടെ കാര്യം എനിക്കറിയത്തില്ല, ഞങ്ങൾ നോക്കാറുമില്ല. ഓക്കെ, ഇത്രയും പ്രോഡക്റ്റ് വാരി വലിച്ചിട്ടിട്ട് എന്ത് കാണിക്കാനാണ്? അല്ല, ഇതുകൊണ്ടേ ഇവരുടെ ശരീരത്ത് മറ്റേ UV റേസ് അടിക്കത്തില്ല, അത് ലജ്ജിച്ച് തല താഴ്ത്തും. അല്ല, എന്തുകൊണ്ടാണ് ഇവർക്കെന്നല്ല ഈ പറഞ്ഞ സ്കിൻ ഡിസീസ് വരുന്നത് മനസ്സിലായില്ലേ? ഇത് എത്ര ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റുകളാണ് ഈ വാരി പരട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം കെമിക്കൽസ് ആണ്. ഇതൊന്നും പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന സാധനങ്ങളല്ല. കെമിക്കൽസിന് സ്വാഭാവികമായിട്ടും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. ഉറപ്പായിട്ടും എനിക്കറിയാൻ പാടില്ല. ഇതിനകത്ത് ഈ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നത് ഏതോ ജീവിയെ കൊന്നിട്ടാണെന്നൊക്കെയുള്ള റീൽസ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ലിപ്സ്റ്റിക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേണം ഒരു മര്യാദ. അതെ, ഇത് കണ്ടില്ലേ എന്തൊക്കെയാ വാരി വലിച്ചു വെക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നേ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ വീട് കാണുന്നത്. ഞാൻ പണ്ട് ഒരു വീട്ടിൽ പോയിരുന്നത്. ഇവൻ ആദ്യം പൗഡർ ഇടും, അതിൻ്റെ മേളിൽ ക്രീം ഇടും, അതിൻ്റെ മേളിൽ മോയ്സ്ചറൈസർ ഇടും, എന്നിട്ട് ഇവരടിക്കുന്നില്ല എത്താണ്ട് സ്പ്രേ അടിക്കും, അതിൻ്റെ മേളിൽ വീണ്ടും പൗഡർ ഇടും, എന്നിട്ട് ഈ ബ്രഷില്ലേ ഇതിട്ടിട്ട് ഇതാകും. ഓൾറെഡി അവൻ വെറുത്ത് തുടുത്ത് സുന്ദര പുട്ടപ്പനായിട്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഇവൻ ഭയങ്കര, അതായത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടല്ലോ പ്രകാശം നമ്മുടെ കണ്ണിലടിക്കും. കോമഡി എന്താ പറയുക, ഇപ്പൊ ചിലർ ഒന്ന് കമന്റ് ചെയ്യും, നിനക്കൊന്നും വേറെ പണിയില്ലടാ, അവരുടെ കയ്യിൽ കാശ് കൊണ്ട് അവർ വാങ്ങിച്ചിടുന്ന എല്ലാം ചോദിക്കും. പക്ഷെ ഇത് കണ്ടിട്ട് പോയി മേടിക്കുന്ന കുറച്ച് പാവങ്ങളുണ്ടാവും, അവർ കേൾക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അല്ല, ഇതൊന്നും ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ മൊത്തം പറഞ്ഞ് തീർത്തില്ല, കേൾക്കട്ടെ. അപ്പൊ ഇവൻ ഇത്രയും സാധനം അടിച്ചു വിടും. അപ്പൊ ഞാൻ ഇവനോട് ഇടയ്ക്ക് ചോദിച്ചു, ഇത്രയും സാധനം അടിക്കുന്നത് പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അവൻ ഓരോന്നെടുത്ത് കാണിച്ചു, ഇതിലെ ഇൻഗ്രീഡിയൻസ് ഇന്നതാണ്, ഇതൊന്നും ശരീരത്തിന് പ്രശ്നമില്ല, ഇതിലെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ നോക്കി ചെയ്യുന്നോണ്ട് യാതൊരു പ്രശ്നമില്ല, നമുക്ക് ഇടാനുള്ള താല്പര്യം. അങ്ങനെയാണോ പറയുന്നത്? ട്രസ്റ്റ് ഹർ. അടുത്ത വീഡിയോ കാണാം. ഫംഗ്ഷൻ കഴിഞ്ഞ് സൈഡ് ആയപ്പോൾ വി ഡിസൈഡഡ് ടു ഗോ ഫോർ എ ഡേറ്റ്. ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ സൂപ്പർ ഫ്രഷ് ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്ര ഗ്ലോയി ഫിനിഷിംഗ് ഒക്കെ വെറും പിൻട്രസ്റ്റിലാണ് കിട്ടാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എനിവേ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്ലോ ആവാൻ പറ്റുന്നു. എനിവേ ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്ത ഫേസ് ആണ്. അല്ല, അത്രയും ചെയ്തിട്ടില്ല. ഫിൽറ്റർ ഓക്കെ. ബാക്കി സ്കാനറിന്റെ സ്ക്രബ് സിറം ആണ് ഫസ്റ്റ് യൂസ് അതും ഫേസ് ചെയ്യുന്നത്. ഇതിൽ SPF 30 ഉണ്ട്, 10% SPF 100 ഉണ്ടായിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് 30 പ്രൊമോട്ട് ചെയ്യുന്നത്. അറിയത്തില്ല എന്താണുള്ളത്. സൺ പ്രൊട്ടക്ഷൻ സംഭവം എന്താണ്, അതാണ് സാധനം. ആ സാധനം 50+ വേണമെന്നാ പറയുന്നത്. എനിക്ക് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും. എനിക്ക് അറിയാവുന്നവർക്ക് ഇത് കിട്ടില്ല. ആ സാധനം മിനിമം 50+ വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ SPF കമന്റ് ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്യൂ. SPF എത്ര വേണം? സൺസ്ക്രീൻ 50+ ഉപയോഗിക്കുന്നത്. 50+ വേണമെന്നാണ് പറയുന്നത്. 50+ ആണ് മിനിമം പറയുന്നത്. അപ്പൊ അതേക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഞങ്ങൾക്ക് ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഈ ഉടായ്പകളൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇറ്റ്സ് നിയാസനമൈഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോയിങ് കിട്ടും. സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഗ്ലോ കണ്ടോ? ഇത് ഇൻസ്റ്റന്റ്ലി സൂപ്പർ ഫ്രഷ് ഡ്യൂയി ഗ്ലോ തരും. മാത്രമല്ല ഇറ്റ്സ് നോട്ട് ഹെവി അറ്റ് ഓൾ. സ്കിൻ ലുക്ക് നാച്ചുറലി ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ്. ഇപ്പൊ ഞാൻ CC ടിന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, നെവർ കേക്കി. ഇറ്റ് ഈവൻസ് ഔട്ട് സ്കിൻ ടോൺ ആൻഡ് നമുക്കൊരു ഷിയർ കവറേജ് തരും. ഇൻ ഫൈനൽ ഗ്ലാസ് സ്കിൻ ലുക്കും തരും. നൗ മൈ ഫേവറേറ്റ് പാർട്ട്, ലിപ്സ്റ്റിക്. ഇത് Comfy Wow liquid lipstick Cocoa Crush shade ആണ്. One swipe application, transfer proof, long lasting, highly pigmented ആണ്, light weight ആണ്, comfortable ആണ്. കുറച്ചെടുത്ത് ഞാൻ ബ്ലഷും ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വെറും ഈ 3 പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇത്ര ഗ്ലോ ഞാൻ എന്റെ ഫേസിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി, ലൈറ്റ്സ് ഇല്ല,
ഫിൽറ്റർ ഇല്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ആയമ്മ പറയുന്നത്. പിന്നെ ഒരു മര്യാദ കാണിച്ചു. മറ്റേതുപോലെ ആദ്യം കറുത്ത ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് വെളുത്ത അമ്മാതിരി ടെക്നിക്കൊന്നും അത് അറിയാത്തോണ്ടായിരിക്കും, അത് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ കൊളാജന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. കാലക്രമേണ ഡ്രൈനസ്, റിങ്കിൾസ്, ഫൈനൈൻസ് ഇതൊക്കെ വന്നിട്ട് സ്കിൻ ടെക്സ്ചർ തന്നെ കൂടെ മാറും. എന്തിന് 35 ആകുമ്പോഴേക്കും നിങ്ങളുടെ ബോഡി നാച്ചുറലി ഉണ്ടാക്കുന്ന സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് കൊളാജൻ നഷ്ടമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ വെറും പുറമെ തേക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രോപ്പർ ഇൻടേക്കും വേണമെന്ന് പറയുന്നത്. ഒരു ലോങ് ടേം ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നിന് ഉള്ളിൽ നിന്നുള്ള സപ്പോർട്ടും അത്യാവശ്യമാണ്. ഞാനിപ്പോ സ്ഥിരമായിട്ട് സ്കിൻ റേഡിയന്റ് കൊളാജൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മറൈൻ കൊളാജൻ പെപ്റ്റൈഡ്സ് ഉണ്ടായിട്ട് സ്കിന്നിലെ കൊളാജൻ ലെവലും എലാസ്റ്റിസിറ്റിയും സൗണ്ട് മാറിപ്പോയത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുത്ത മൈക്ക് മാറി കാണും. അല്ല, ഇതിനകത്ത് സ്ഥിരം തേക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ തേക്കുന്നതാണോ തേക്കുന്നതാണോ? തൽക്കാലം ഇത്ര മതി, എനിക്ക് മതിയായി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോറയുടെ മാർക്കറ്റിംഗ് രീതികൾ, ഐ മീൻ പ്രൊമോഷൻ രീതികൾ. ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ വന്ന് നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. ഈ പരിചയപ്പെടുത്തുമ്പോൾ ഞാനിത് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ലിങ്ക് ഞാനിത് ഫുൾ വീഡിയോ കേൾപ്പിക്കാത്തതുകൊണ്ടാണ്. ഇത് വേണ്ടവർ ലിങ്ക് കമൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേര് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചിലർ മേടിക്കും, ചിലർ മേടിക്കില്ല. പക്ഷേ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഇതാരും വലിയ മൈൻഡ് ചെയ്യില്ല. ഇത് കാലക്രമേണയാണ് ഈ കുരുക്കളൊക്കെ വരുന്നത്. ഈ കുരുക്കൾ വരുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക, ചൂടൂരായിരിക്കും വിചാരിക്കും. അത് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. ഈ ഇടയ്ക്ക് എൻ്റെ എനിക്ക് അറിയുന്ന ഒരു ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, മോനെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും തന്നെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവർ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അവർക്ക് വന്നത് മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരം പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴൊന്നും അറിയില്ല. ഇത് എനിക്ക് ശരിക്കും ഏതോ ഓർമ്മ വരുന്നറിയോ, വിജയിയുടെ ഒരു പടം ഉണ്ടല്ലോ, പാലിലിരുന്ന് തയ്യാറിക്കുന്ന ക്രീം വേണ്ട ഒരു സാധനം ഉണ്ടല്ലോ. പലതരത്തിലുള്ള ക്രീമുകൾ, അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് പറ്റിയതാണോ എന്ന് അതിനെക്കുറിച്ച് സ്വന്തമായിട്ടൊരു റിസർച്ച് നടത്തിയിട്ട് ഇതൊക്കെ വരി പറ്റണം അല്ലേ? അതെ, പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട്? നിങ്ങളെല്ലാം ഞങ്ങളെ ചീത്ത പറയുമല്ലോ. ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ആർക്കും വേണ്ടി സംസാരിക്കുന്നത്? നമ്മൾ വന്നിരുന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പൈസയില്ല, വാരി പരട്ടി ക്യാൻസർ ഉണ്ടാക്കിയോട്ടെ ചിന്തിക്കാം. ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ പറയും അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇത് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നാണ്. അതാണ് ഈ പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഇനിയും ബോധമില്ലെങ്കിൽ ഒന്നും പറയാനില്ല. സത്യമായിട്ടും നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ അത് ഇത് തേച്ചിട്ടാണ് വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് മാഡം, നാട്ടുകാരുടെ മുമ്പിൽ അത് തേച്ചിട്ടാ വിളിക്കുന്നത്, ഇത് തേച്ചിട്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ തേക്കാൻ നിൽക്കില്ല കേട്ടോ. അല്ല, ഇത് ചെയ്തിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് പറയും, മാഡം എൻ്റെ ഫേസിൽ ഇവിടെ കുരു വന്നു, ഇവിടെ മറ്റേ വളഞ്ഞു പോയി, ഇവിടെ മറ്റേ പിഗ്മെന്റേഷൻ വന്നു എന്നും പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകും. ഇതാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞങ്ങൾ ആൺപിള്ളേർക്ക് ഭയങ്കര സൗന്ദര്യമാണ്. ഞങ്ങൾ ആളെക്കാ പുളുക്കാൻ നടന്നാലും ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ലുക്ക്. പക്ഷെ ഇതിപ്പോ നൂറേനെ നമ്മളെ കൂടെ അടുത്ത് ഈ കൊച്ചിനെ നമ്മളെ കൂടെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ചോദിക്കും ഞാൻ മുഖത്ത് വെള്ളം, പക്ഷെ ഇതെല്ലാം വാട്ടർ പ്രൂഫ് അല്ലേ, കഴുകിയാലും പോത്തില്ല. സോറി, അങ്ങനെയാണ് നോറ പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ. അല്ല, അത് വാട്ടർ പ്രൂഫാ. ഐനോ. എങ്ങനെ അറിയാം? ബെസ്റ്റ് ഓൺ ട്രൂ സ്റ്റോറി എനിക്കറിയാം. അതൊക്കെ വാട്ടർ സത്യം പ്രൂഫ്. വെള്ളം ഇങ്ങനെ വെച്ചാലും ചേമ്പലേന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? ഒക്കെ എനിക്കറിയാം. ചുണ്ടത്തുനിന്നൊക്കെ. നോറയുടെ മുഖത്ത്, നോറയുടെ അല്ല, ഈ സാധനം ശരിക്കും വാട്ടർ പ്രൂഫാണ്. എനിക്കറിയാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചേമ്പലെ പോകും. എല്ലാ സാധനവും ഉപയോഗിക്കട്ടെ, എല്ലാ സാധനവും. ഞാൻ അതാ ചോദിച്ചത് നിങ്ങളോട്, ഇവന്റെ ഇവിടെ ഇരുത്തുന്നോ ചോദിച്ചത്. ഇല്ല, ഞാൻ ഉപയോഗിക്കത്തില്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ അറിയാം. എനിക്ക് ഭയങ്കര നോളജ്. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തണം. പിന്നെ ചുമ്മാ വന്നിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെ, ഓക്കെ. ഇതൊക്കെ ഉടായ്പാണ്, കംപ്ലീറ്റ് ഉടായ്പാണ്. ഉപയോഗിക്കാം, പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ സാധനത്തിനെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നോക്കുക, നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണോ നോക്കുക. അതെ, ഒന്നും വേണ്ടേ. ചാറ്റ് ജിപിടി ചോദിക്കട്ടെ ഈ സാധനമൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാമോ? അത് AI ആണല്ലോ. അത് ചേട്ടനും ഇപ്പൊ ഏകദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണോ നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ക്യാൻസറിനൊന്നും വിളിച്ച് വരുത്തരുത് പ്ലീസ്. പുള്ളിക്കാരൻ വന്ന ഭയങ്കര സീനാട്ടോ, ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.